ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കാന്ത നവംബർ 14 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. തെലുങ്ക് തമിഴ് പതിപ്പിന്റെ ബുക്കിംഗാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായാണ് ഈ സിനിമ തിയേറ്ററിലെത്തുന്നത് എന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മലയാളം പതിപ്പ് ഉണ്ടായിരുന്നില്ല. നിലവിൽ ബുക്കിംഗിലും മലയാളം പതിപ്പ് കാണാത്തതുകൊണ്ട് തന്നെ നവംബർ 14 വെള്ളിയാഴ്ച ഈ സിനിമയുടെ മലയാളം പതിപ്പ് ഇറങ്ങില്ലേ എന്നൊരു സംശയം കൂടിയുണ്ട്. ഈ സംശയം പൊതുവിൽ പലരും ഉന്നയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ കാന്ത സിനിമയുടെ റിലീസിംഗ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെന്നൈ കോടതിയിൽ കഴിഞ്ഞ ദിവസം കേസും ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യകാല തമിഴ് നടനായ MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കി തമിഴ് പ്രഭ സെൽവമണി സെൽവരാജ് എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് സെൽവമണി സെൽവരാജാണ്. റാണ ദഗവതി, ദുൽഖർ സൽമാൻ, പ്രശാന്ത് പടുലൂരി, ജോം വർഗീസ് എന്നിങ്ങനെ 4 പേരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. റാണ ദഗവതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിവരാണ് മറ്റ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ത്യാഗരാജ ഭാഗവതരുടെ പേരമകനാണ് നിലവിൽ സിനിമയുടെ റിലീസിംഗ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. കേസ് നവംബർ 18 മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 14 സിനിമ തിയേറ്ററിലെത്തും എന്ന് ഉറപ്പായിട്ടുണ്ട്. സെൻസറിംഗ് പൂർത്തിയാക്കിയ ഈ സിനിമ UA സർട്ടിഫിക്കറ്റാണ് നേടിയെടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 30 തിയേറ്ററിലെത്തിയ DSC Ray എന്ന സിനിമ 12-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 65 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 32,87,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 74 കോടി റേഞ്ചിലായിരുന്നു. 13-ാം ദിവസം ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 55-60 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത് 33,40,00,000 റേഞ്ചിലാണ്. ഇന്ന് 1 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 75 കോടി കളക്ഷനിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. സതീഷ് തൻവി സംവിധാനം ചെയ്ത് നവംബർ 7 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇന്നസെന്റ്. അൽത്താഫ് സലീം, ജോൺ മോൻ ജ്യോതിർ, അനാർക്കലി മരക്കാർ, അസീസ് നെടുമങ്ങാട്, ക്ലീപ്പോൾ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 8,30,000 രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 98 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 1,05,00,000 റേഞ്ചിലാണ് ഇന്നസെന്റ് എന്ന സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ യഥാർത്ഥ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5-2 കോടി റേഞ്ചിൽ മാത്രമാണ്. റോഷൻ മാത്യു, സെറിൻ ഷഹാബ് എന്നിവർ പ്രധാന താരങ്ങളായി പ്രശാന്ത് വിജയൻ സംവിധാനം ചെയ്ത് നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇത്തിരി നേരം. ഈ സിനിമയ്ക്കും പ്രതീക്ഷിച്ച ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,83,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 27 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ 28-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച 4,50,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 28 ദിവസം കൊണ്ട് കേരളത്തിൽ 11,91,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 29-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 11,96,00,000 രൂപ ഈ സിനിമ 29 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 കോടി റേഞ്ചിൽ തന്നെയാണ്. മാത്യു തോമസ് നായകനായി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 24 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,68,000 രൂപയാണ്. 19 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 3,84,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 20-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച കേരളത്തിൽ 2 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 20 ദിവസം കൊണ്ട് 3,86,00,000 കേരള കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമയ്ക്ക് ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി 5 കോടി നേടിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒക്ടോബർ 31 റീ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ബാഹുബലി ദി എപ്പിക്. പ്രഭാസ് നായകനായി SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 12-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,34,00,000 രൂപയാണ്. സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 51,50,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.